ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിനും സന്തോഷത്തിനും സമ്പത്തും ഭൗതിക സൗകര്യങ്ങളൊക്കെ ആവശ്യമാണെങ്കിലും ഏറ്റവും വേണ്ടത് എന്താണെന്നറിയും? അത് അള്ളാഹുവിൻ്റെ ഒരു കുരുത്തമാണ്, ബർക്കത്ത് എന്ന് നമ്മൾ പറയും. അതില്ലാതെ നമുക്ക് ജീവിതത്തിൽ ഒരു നിലക്കും വിജയിക്കാൻ പറ്റൂല. ഓടിക്കുഴങ്ങി തളർന്ന് ആകെ ക്ഷീണിച്ച് രോഗികളായി പ്രയാസപ്പെട്ട് ജീവിച്ച് വർഷങ്ങൾ പിന്നിട്ട് വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഇത്ര കാലം ഓടിയിട്ടും എനിക്കൊരു സമാധാനത്തിൽ കുറച്ചു കാലം ജീവിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുന്നവരോട് നമുക്ക് പറയാനുള്ളത്, അത് പറയുന്നതിന് മുമ്പ് ഇത്തരം സംസാരങ്ങളിലൂടെ ജീവിതത്തിന് ചില കാഴ്ചപ്പാടുണ്ടാക്കാൻ ഇത്തരം കസേരകളും സദസ്സുകളും തെരഞ്ഞു വരുന്നതോട് പറയാനുള്ളത്, നമുക്ക് വേണ്ടത് സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ ഒരു ബർക്കത്താണ്, അള്ളാഹുവിൻ്റെ ഒരു സ്നേഹമാണ്. അള്ളാഹുവിൻ്റെ സ്നേഹവും ബർക്കത്തും ഇറങ്ങാത്ത ഒരു വീട്ടിൻ്റെ മാർബിളിലും നമുക്ക് സൗഭാഗ്യം ഉണ്ടാവില്ല. നമ്മുടെ മക്കളുടെ ബോർഡുകൾ, ഡെസിഗ്നേഷൻ ബോർഡുകൾ, ഡോക്ടർ എന്ന്, എഞ്ചിനീയർ എന്ന്, കലക്ടർ എന്ന ബോർഡുകൾ വീട്ടുമുറ്റത്തെ ഗേറ്റിൽ തൂക്കിയിട്ടാലും അത് കാണുമ്പോൾ സങ്കടമാണ് വരിക, വിഷമാണ് വരിക. അള്ളാഹു ബർക്കത്ത് തന്നില്ലെങ്കിൽ, അത് ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല. എന്താണെന്ന് ചോദിച്ചാൽ, സത്യത്തിൽ മക്കളെ എല്ലാ നിലക്കും വളർത്തിക്കൊണ്ടുവന്ന് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ട് വലിയ പ്രതീക്ഷ വെച്ചിട്ട് അവരാണ് കിട്ടാതെക്കണത് ആരെയാണ് സുഹൃത്തുക്കളെ? എന്തെങ്കിലുമൊക്കെ നാടൻ പണിക്ക് പോയി നമ്മുടെ നാട്ടിലും പരിസരത്തും തന്നെ എന്തെങ്കിലും നിലക്കുള്ള ജോലികൾ ചെയ്യണവരല്ല കിട്ടാത്തത്. അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും അതേപോലെ തന്നെ സൗദി അറേബ്യയിലേക്കും UAE-യിലേക്കും മറ്റ് ഗൾഫ് നാടുകളിലേക്കൊക്കെ പറന്ന മക്കളില്ലേ? അവർക്കല്ലേ നമ്മുടെ സമ്പത്തിൻ്റെ 3/4% സ്വത്തും കൊടുത്തത്. എന്തേ അവരെയൊന്നും നമുക്ക് പിടുത്തം കിട്ടാത്തത്? കയറ് പൊട്ടിയ പട്ടം കണക്കെ അവർ ഉയരങ്ങളിലേക്ക് പോയത് ഉയരങ്ങളിലേക്ക് തന്നെയാണ്. പക്ഷേ ആ പിടിച്ച കയറില്ലേ, നൂലില്ലേ, നമ്മുടെ കയ്യിലില്ലാതെ പൊട്ടിപ്പോയി. അള്ളാഹുവിൻ്റെ ബർക്കത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹവുമാണ് സുഹൃത്തുക്കളെ ആവശ്യം. ലോകത്ത് ദീന് പറഞ്ഞു കൊടുത്ത പ്രവാചകന്മാർ ജനങ്ങളോട് പറഞ്ഞ വാക്കതാണ്, ഫഖുൽതു സ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. നൂഹ് നബി അലൈഹിസ്സലാം ലോകത്തിൻ്റെ ആദ്യത്തെ പ്രവാചകനാണ്. എന്താ സുഹൃത്തുക്കളെ ജനങ്ങളോട് പറഞ്ഞത്? ജനങ്ങളെ, തെറ്റുകൾ നിർത്തിവെക്കും, ഈ ഹറാമെന്നൊക്കെ നിങ്ങൾ പിന്തിരിയും, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത തെറ്റുകളെ നിങ്ങൾ അവസാനിപ്പിക്കും. ഫഖുൽതു സ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്ത്, പാപമോചനം തേട്, അവനെല്ലാം നമുക്ക് പുറത്തു തരുന്നതാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. ആകാശത്തു നിന്ന് മഴ മതി. മഴ എന്ന് പറഞ്ഞാൽ ബർക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഴയാണ് സുഹൃത്തുക്കളെ. മഴ ഉണ്ടായാൽ എല്ലാം ഉണ്ടായി. ഭൂമിയുടെ അനുഗ്രഹം എന്താണ്? മഴയാണ്. മഴയില്ലാത്ത ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടാവും? മനുഷ്യൻ ജീവിക്കും, ഏതെങ്കിലും ജീവികൾ ജീവിക്കും, സസ്യം ഉണ്ടാകും. മഴ തരും. മഴ ബർക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഴ എന്ന് പറഞ്ഞാൽ. ആ മഴ നിങ്ങൾക്ക് തരും. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. സ്വത്തുക്കളെ കൊണ്ടും മക്കളെ കൊണ്ടും അവൻ നിങ്ങളെ സഹായിക്കും. സ്വത്ത് കൊണ്ടും മക്കളെ കൊണ്ടുള്ള സഹായം കിട്ടുന്നത് എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ? ഒരു വലിയ ഡിഗ്രി ഉണ്ടായിട്ടാ, അവർക്ക് വലിയ പദവി ഉണ്ടായിട്ടാ, സ്വാധീനം ഉണ്ടായിട്ടാ? അതൊക്കെ ചില കാരണങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് ബർക്കത്ത് തരാൻ, മക്കളെ കൊണ്ടും സ്വത്ത് കൊണ്ടും ബർക്കത്ത് കിട്ടാൻ തെറ്റുകളില്ലാതെ ജീവിക്കണം, പാപങ്ങളില്ലാതെ ജീവിക്കണം. പലിശയിൽ ജീവിക്കുന്നവനും തമ്മാടിത്തങ്ങൾ കണ്ടുകെട്ടിരിക്കുന്നവരും ആരും ശബ്ദം റിട്ടേൺ അടിക്കില്ല. അങ്ങനത്തെ അവസ്ഥയിൽ എവിടെന്നെങ്കിലും സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് വരും. അള്ളാഹുവിൻ്റെ കാര്യം വരൂല എന്നാ പറയണത്. യുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. നദികളൊഴുകും. ബർക്കത്തിൻ്റെ എല്ലാ കാര്യവും അള്ളാഹ് പറയുന്നുണ്ട്. മക്കളെ കൊണ്ട് ബർക്കത്ത് കിട്ടും, സ്വത്ത് കൊണ്ട് ബർക്കത്ത് കിട്ടും, നദികളൊഴുകും, തോട്ടങ്ങൾ ഉണ്ടാകും. എപ്പോഴുണ്ടാകുക? തെറ്റുകൾ ചെയ്യാത്ത ജീവിതം, പാപരഹിതമായ ജീവിതം. ഇപ്പം എല്ലാ തോന്നിയാസവും ജീവിതത്തിൽ നിർത്തി ദീനിൻ്റെ ഒരു കാഴ്ചപ്പാടുമില്ലാതെ, വീട്ടിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു നടത്തിപ്പുമില്ലാതെ, ദേഹത്തിലും ശരീരത്തിലും ജീവിതത്തിലും സുഹൃത്തുക്കളെ ഈ ദീന് കൊണ്ടടക്കാത്ത മക്കളെ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കുടുംബാംഗങ്ങളെ കൊണ്ടോ എന്തെങ്കിലും ഒരു സൗഭാഗ്യ ജീവിതം വരുമെന്നാണോ നമ്മൾ കാത്തിരിക്കുന്നത്? വരൂല. അത് അള്ളാഹ് നമുക്ക് ബർക്കത്തായി അനുഗ്രഹമായി തരണം. അപ്പം എന്താണ് ഇന്ന് ചെയ്യാൻ പറ്റത്? കടം വീടണമെങ്കിൽ ഇന്ന് വിചാരിച്ച കടം വീടില്ല സുഹൃത്തുക്കൾ. ചിലപ്പോൾ ഒരു 4 മാസം, ഒരു 4 കൊല്ലം കാത്തിരിക്കേണ്ടി വരും. രോഗം മാറാൻ നമ്മൾ മാസങ്ങളോളം ചിലപ്പോൾ ചികിത്സ ചെയ്യേണ്ടി വരും. പക്ഷെ അള്ളാഹുവിൻ്റെ ബർക്കത്തിറങ്ങാൻ ഇന്നത്തെ ഒരു രാത്രി മതി. എന്തേ? പടച്ചോനെ മടങ്ങി ഞാൻ എൻ്റെ അഫലാ യതൂബൂന ഇലല്ലാഹ് വയസ്തഗ്ഫിറൂന. നിങ്ങൾക്ക് എന്താ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയാൽ? നിങ്ങൾക്ക് എന്താ അള്ളാഹുവിനോട് പാപമോചനം ചോദിച്ചാൽ എന്താ നിങ്ങൾക്ക്?
അള്ളയൊക്കെ നിങ്ങൾക്ക് പുറത്തു തരൂലേ? എന്നിട്ട് എന്തിനാണ് നിങ്ങൾ പാപങ്ങളുമായി ഇനിയും മുന്നോട്ട് പോകുന്നത് എന്ന് ആവർത്തിച്ച് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു നല്ല ദീനി ജീവിതം കൊണ്ട് മാത്രമേ ഞാനും നിങ്ങളും സ്വപ്നം കാണുന്ന ആ സമാധാനം നമ്മുടെ ഗേറ്റ് കടന്നു വരും, നമ്മുടെ ജീവിതത്തിലേക്ക് വിടും, നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന. ഞാൻ ഇത് വെറുതെ പറയല്ല സുഹൃത്തുക്കളെ. ഒരു കുടുംബത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കുടിക്കാൻ വെള്ളമില്ലാതെ ഒരു നാട്ടിൽ താമസമാക്കിയ കുടുംബം. കുടിക്കാൻ വെള്ളമല്ല, അവിടെ ചെന്നപ്പോൾ കൊണ്ടുപോയ ഒരു തൊട്ടിയിലുള്ള വെള്ളം മാത്രം, ഒരു കൈക്കുഞ്ഞുണ്ട് കൂടെ. തൊട്ടിയിലെ വെള്ളം തീർന്നാൽ ആ പിഞ്ചോമന പൈതലിൻ്റെ ചുണ്ട് വരളും. വെള്ളം കിട്ടാതെ ദാഹിച്ചു മരിക്കും. ആർക്കാ സുഹൃത്തുക്കളെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം? വാപ്പക്കല്ലേ. ആ വാപ്പയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇറങ്ങിപ്പോകുമ്പോൾ ഒന്നുമില്ല ഇവിടെ. പക്ഷെ ഒരു ചോദ്യമുണ്ട് അവിടെ. ഒന്നുമില്ലാതെ ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ചു പോകുമ്പോൾ ഭർത്താവ് പോയി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കിട്ടാൻ, ഭക്ഷണം കിട്ടാൻ എന്തു വഴിയെന്നാലോചിക്കാരായിരിക്കും? ഭാര്യയല്ലേ, ഹാജറ. കൃഷികളൊന്നുമില്ലാത്ത, ഭക്ഷണമില്ലാത്ത, അന്നപാനീയങ്ങളില്ലാത്ത ഒരു താഴ്വരയിൽ ഞാൻ എൻ്റെ കുടുംബത്തെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം ലിയുഖീമുസ്സലാ. പക്ഷെ പടച്ചോന് ചെയ്യേണ്ട കാര്യം ചെയ്യാൻ അവർക്ക് പറ്റും. ചുണ്ടുവരണ്ടാൽ വെള്ളമില്ല, വിശന്നാൽ ഭക്ഷണമില്ല, പക്ഷെ അവർക്ക് നിസ്കരിക്കാം. നിന്റെ പരിശുദ്ധ ഭവനമുണ്ട് ഇവിടെ എന്നാണ്. അതുകൊണ്ട് റബ്ബേ, എല്ലാം നൽകാൻ കഴിയുന്ന നാഥ, വജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം. എൻ്റെ ഭാര്യയും എൻ്റെ പിഞ്ചോമന പൈതലും മാത്രമുള്ള ഇവിടേക്ക് എല്ലാ ആളുകളും ഇവിടേക്ക് വരാനുള്ളൊരു മനസ്സ് നീ ജനങ്ങൾക്ക് കൊടുക്കണം. അങ്ങനെ എൻ്റെ പൊന്നോമന മകന് അയൽവാസികൾ ഉണ്ടാവണം. വിജനമായ ഈ നാട്ടിൽ ആൾപ്പാർപ്പുണ്ടാവണം. വജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം വർസുഖുഹും മിനസ്സമറാത്ത്. അവർക്ക് നീ ഭക്ഷണം നൽകണം, പഴങ്ങൾ ഭക്ഷണമായി നൽകണം. ലഅല്ലഹും യഷ്കുറൂൻ. അവർ നന്ദി കാണിക്കുന്നവരായേക്കാം. ഒരു കുടുംബത്തിന് എന്താണ് ഇട്ടേച്ച് പോയത് സുഹൃത്തുക്കളെ? ഒരു പിതാവ് ഒന്നും ഇട്ടേച്ച് പോയില്ല, അള്ളാനെ മാത്രം കൊടുത്തിട്ട് പോയി. നമുക്ക് എവിടെ പിഴച്ചു സുഹൃത്തുക്കളെ? സ്വത്തില്ലേ നമുക്ക്? രമ്യഹർമ്മങ്ങളില്ലേ നമുക്ക്? മക്കൾ ഗൾഫിലില്ലേ നമുക്ക്? മാസത്തിൽ വാടകയില്ലേ നമുക്ക്? എന്തേ സൗഭാഗ്യം വരാത്തത്? എന്തേ സമാധാനം വരാത്തത്? അത് അള്ളാന്റെ അടുക്കൽ കിട്ടേണ്ട ബർക്കത്താണ്. അത് കിട്ടാനുള്ള യോഗ്യത അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് സുഹൃത്തുക്കളെ അതിനുള്ള യോഗ്യത. ഖുർആൻ എന്ന് എത്ര പറയാൻ പറ്റും? എന്തേലുണ്ടോ സുഹൃത്തുക്കളെ? ഇവിടെ നിന്നാൽ കൊല്ലപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം നാട് വിട്ടു പോവുകയാണ്. നാട് വിട്ടു പോകുമ്പോൾ കയ്യിൽ വലിയ ബാഗുണ്ട്, ബാഗേജ് ഉണ്ട്, ഒന്നുമില്ല. നേരെ എവിടേക്ക് പോണത് അറിയങ്ങൾ? ഒരിക്കലും പരിചയമില്ലാത്ത ഫിർഔനിൻ്റെ ഭരണ അതിർത്തിക്കപ്പുറത്തുള്ള നാട്, അതാണ് മദിയൻ. അവിടേക്ക് ചെന്നിട്ട് അവിടുന്ന് എങ്ങനെ സുഹൃത്തുക്കൾ ഒരു ജീവിതം കെട്ടിപ്പടുത്തത്? ഒന്നും കയ്യിലൊന്നുമില്ലാതെ. കാല റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. എൻ്റെ റബ്ബേ, എന്തൊന്ന് നീ എനിക്ക് തന്നാലും അതിനാവശ്യക്കാരനാണ് ഞാൻ. എൻ്റെ കയ്യിൽ ഒന്നുമില്ല നാഥ, നാടുവിട്ടു വന്നിരിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് റബ്ബി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. എനിക്ക് പരിചയമില്ലാത്ത നാട്ടിൽ, എനിക്ക് ബന്ധുക്കളില്ലാത്ത നാട്ടിൽ, എന്നെ പരിചയമുള്ള ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത നാട്ടിൽ എനിക്കെന്തു കിട്ടിയാലും ആവശ്യമുള്ളൊരു ഫഖീറാണ് ഞാൻ. അതുകൊണ്ട് എന്നെ സഹായിക്കണം. അള്ളാഹുവോട് പറഞ്ഞു, കൊടുത്തില്ലേ സുഹൃത്തുക്കളെ? അപ്പ വന്നൊരു അതെന്താ അവിടെ വെച്ചിട്ട് എന്താണ് മൂസാ നബി എന്താ ചെയ്തത്? നിങ്ങൾ ആ പ്രവാചകന്റെ ആ വ്യക്തിത്വം, മഹത്വം അവിടെ ഉണ്ടായി. എന്ത് ചെയ്തു? അവിടെ 2 പെൺകുട്ടികൾ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയാതെ നിൽക്കുന്നുണ്ട്. തദൂദാനി, ആടുകളെങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ മൂസാ നബി ചോദിച്ചു, എന്തേ? അവരവരുടെ വിഷമം പറഞ്ഞു. ഇവിടെ ആണുങ്ങൾ തിരക്കല്ലേ, എൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഞങ്ങൾ പോവുക? ഞങ്ങൾക്കൊരു വാപ്പയാണ് ആണായി വീട്ടിലുള്ളത്. ആ വാപ്പ വയസ്സനാണ്. ആ വിഷമം കേട്ടപ്പോൾ എന്ത് ചെയ്തു നിങ്ങൾ? മൂസാ നബി ഇസ്ലാം ആടുകളെ പിടിച്ച് വെള്ളം കൊടുത്തു. സുഹൃത്തുക്കളെ നോക്കൂ നിങ്ങൾ, ഒന്നുമില്ലാത്ത, എവിടെ പോകണമെന്നറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ പോലും ഒരു നന്മ ചെയ്യാൻ, അള്ളാനെ തൃപ്തിപ്പെടുത്താവുന്ന ഒരു നന്മ. സുഹൃത്തുക്കൾ അങ്ങനെ ചിന്തിച്ച് നോക്ക്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന, അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാൻ പറ്റുന്ന ഒരു നന്മ, അത് ചെയ്താൽ അള്ളാഹു നമ്മളെ കടാക്ഷിക്കും, അള്ളാഹു നമ്മളെ ഏറ്റെടുക്കും.
ആരല്ലാഹുവിനെ സൂക്ഷിച്ചുവോ അവൻ അവൻ്റെ പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്നൊരു എക്സിറ്റ്, പുറത്തു കിടക്കാനുള്ള ഒരു വഴി അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. ദുനിയാവ് കൊണ്ടു നേടാം, എൻ്റെ പണം കൊണ്ടു നേടാം, എൻ്റെ സ്വാധീനം കൊണ്ടു നേടാം, എൻ്റെ സംഘാടന ശക്തി കൊണ്ടു നേടാം, എൻ്റെ തടിമിടുക്ക് കൊണ്ടു നേടാം നല്ലൊരു ജീവിതം എന്ന് വിചാരിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അവഗണിച്ച് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ തിരസ്കരിച്ച് ആര് ജീവിക്കുന്നുവോ വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ, അവന് കുടുസായ ഒരു ജീവിതം ഉണ്ടായിരിക്കും. ഇവിടെ മാത്രമല്ല, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, കണ്ടു കാണാത്തവനായി നാളെ പരലോകത്തവൻ വരികയും ചെയ്യും. അപ്പം എന്താ സുഹൃത്തുക്കളെ പരിഹാരം? എന്താ പരിഹാരം? നമുക്കൊക്കെ അറിയാം, ഒരു നിഷിദ്ധം ചെയ്യാൻ നമുക്കൊരിക്കലും അവകാശമില്ല. ഒരു നിഷിദ്ധം ചെയ്യാൻ, അത് ഞാൻ അറിയാതെ ചെയ്തു, പറയാതെ ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല. ഹറാമാണോ അത് പൂർണ്ണമായി ഉപേക്ഷിച്ചോളണം. കൽപ്പിക്കപ്പെട്ടത് മനുഷ്യൻ അവൻ്റെ കഴിയും പോലെ ചെയ്താൽ മതി. പക്ഷെ ഒഴിവാക്കാൻ പറഞ്ഞ് ഒരു മടിയുമില്ലാതെ ഒഴിവാക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം സുഹൃത്തുക്കൾ. എനിക്കൊരു അത്ഭുതകരമായ അനുഭവം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഒരാളിന് സംശയം ചോദിച്ചിട്ട് വിളിച്ച് അയാൾ എന്നോട് പറഞ്ഞു, ഇപ്പം അടുത്ത ദിവസം അയാളെന്താ ചോദിക്കണ നിങ്ങൾ, ഒരു ആക്സിഡൻറ്റ് പറ്റി. ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ എന്നെ വിളിച്ച കക്ഷിയുടെ വണ്ടി പോയിട്ട് എന്ത് ചെയ്തതാണ്, വേറൊരു വണ്ടിക്ക് ഇടിച്ചതാണ്. 100% അയാളുടെ കുറ്റം. പക്ഷേ അവർക്ക് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി ഈ വണ്ടിക്ക് വേണ്ടിയിട്ടാണ് അവർ ആ നിലക്ക് പറഞ്ഞു. അവിടെ കളവ് പറഞ്ഞ് എതിർ പാർട്ടി ഇവരുടെ പേരിൽ എന്ത് ചെയ്തു, ഫണ്ട് പാസ്സാക്കി. എന്നിട്ട് ഇയാൾക്ക് തന്നെ കൊടുത്തു. ആ ഫണ്ട് മുഴുവൻ ഇയാൾക്ക് തന്നെ കൊടുത്തു. അയാളെ വണ്ടി നേരാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അപ്പം അദ്ദേഹം പറയും, എനിക്ക് ഒരിക്കലും അർഹതല്ല ഈ പണത്തിന്, നിനക്ക് അറിയാൻ പറ്റും, അതെനിക്ക് വന്നു പെട്ടിരിക്കുകയാണ്. ഞാൻ ഈ പണം, ഞാൻ ഒരിക്കലും ഈ പണം ഉപയോഗിക്കില്ല. പക്ഷേ ഈ പണം എൻ്റെ കയ്യിൽ നിന്ന് ഒഴിവാക്കാനുള്ള വഴി എന്താണെന്നാണ് ചോദിക്കണം. എൻ്റെ സുഹൃത്തുക്കൾ എടുത്താൽ ചിലവാക്കിയാൽ ഈ കടക്കാർക്കാൻ കൊടുത്താൽ എന്താണ്? അവിടുത്തെ പ്രശ്നം എന്താ പറയുക, നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ദുരന്തം ഇവിടെ വരും, നാളെ പരലോകത്തും വരും. അങ്ങനെ ചിന്തിച്ചൊന്ന് ജീവിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. നമ്മൾ ഇതുവരെ ഓടിയിട്ട് നമുക്കുണ്ടാവാത്ത അനുഭവം നമ്മൾ ഹറാമിൽ നിന്ന് വിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്കുണ്ടാകുന്നതാണ്. ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു, നിങ്ങളോട് വിരോധിച്ച വൻ പാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവെങ്കിൽ നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ പാപങ്ങളെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ, മാന്യമായ സ്വർഗത്തിൽ നിങ്ങളെ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഹറാമെന്ന് മാറി നിന്നാൽ, വൻപാപങ്ങളിൽ നിന്ന് മാറി നിന്നാൽ സ്വർഗം തരാനാണ് അല്ലാഹു പറയുന്നത്. അപ്പോൾ എന്താണ് പ്രധാനം? നമുക്ക് ആദ്യം ഉണ്ടാകേണ്ട കാഴ്ചപ്പാട്, നമ്മളെ മക്കൾക്ക് ഡിഗ്രി വാങ്ങിക്കൊടുത്തിട്ടോ, അവർക്ക് വിസ വാങ്ങിക്കൊടുത്തിട്ടോ, വലിയ വീടുണ്ടാക്കിയിട്ടോ, നല്ല വരുമാനങ്ങളുടെ വാടകകൾ ഇങ്ങനെ ലക്ഷങ്ങൾ മാസത്തിൽ വന്നതുകൊണ്ടൊന്നും സുഹൃത്തുക്കൾ ആ സംതൃപ്തകളും സമാധാനമുള്ള ഒരു ജീവിതം ഉണ്ടാവില്ല. അതൊക്കെ അതിൻ്റെ നിമിത്തങ്ങൾ മാത്രമാണ്. അത് അനുഭവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തരണം. മക്കളെ കൊണ്ടൊരു കുരുത്തം അല്ലാഹു തരണം. സമ്പത്ത് കൊണ്ടൊരു കുരുത്തം അല്ലാഹു തരണം. കിടന്നുറങ്ങുന്ന വീടിനൊരു കുരുത്തം അല്ലാഹു തരണം. അത് മന്ത്രം നടത്തിയാലോ ഹോമം നടത്തിയാലോ നാള് നോക്കിയാലോ ദിശ നോക്കിയാലോ ഒന്നും കിട്ടുന്നതല്ല സുഹൃത്തുക്കളെ. പരമകാരുണ്യകനായ കരുണാവാരിധിയായ അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തത്തിനും അനുസരിച്ച് ജീവിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യത്തിൽ ഒന്നാമത്തെ കാഴ്ചപ്പാട് അതാണ്, ജീവിതം ശരിയായി വരാൻ. കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പറയുക സുഹൃത്തുക്കളെ, എപ്പോഴും നമ്മൾ ആലോചിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് നേട്ടമുണ്ടെങ്കിലും കുറച്ചൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി ഉപയോഗിക്കണം. നമുക്ക് വേണ്ടി ഉപയോഗിക്കണം. പലപ്പോഴും എന്താ പറയുക, നമ്മൾ നമ്മെ മറന്നാണ് ജീവിക്കുന്നത്. നമ്മെ മറന്നാണ് നമ്മൾ ജീവിക്കുന്നത്. കുറച്ച് നമ്മളെ കാര്യം നോക്കണം. പിന്നൊരു സഹോദരി എന്നോട് വിളിച്ചിട്ട് ഭയങ്കര സങ്കടവും വിഷമവും പറഞ്ഞു. അപ്പോൾ അവർ പറയണത് എന്താ പറയുക, സങ്കടം വിഷമം എന്താ പറയുക, അവിടെ ഭർത്താവ് എത്രയോ വർഷങ്ങളായിട്ട് ഗൾഫിൽ ബിസിനസ്സാണ്. അപ്പോൾ ഈ ബിസിനസ്സിൽ കിട്ടുന്ന പണം മുഴുവനും അയാൾ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുകയാണ്. അപ്പോൾ അയാളിപ്പോൾ താമസിക്കുന്നത് തറവാട്ട് വീട്ടിൽ. ആ വീട് ആരുടെ പേരിലാണ്? ഉമ്മാൻ്റെ പേരിൽ. ഉമ്മാൻ്റെ പേരിലാണ് ആ വീട്. ഇനിയോ ജ്യേഷ്ഠൻ്റെ മനോഹരമായൊരു വീട് സ്ഥലം വാങ്ങി അയാൾ ഉണ്ടാക്കി കൊടുത്തു. അപ്പം അന്ന് ആരോ പറഞ്ഞു അത്രേ, കണക്കൊക്കെ എഴുതി വെച്ചത് പിന്നെ അവൻ തന്നോളും എന്നേതോ ഒരു പെങ്ങൾ പറഞ്ഞു എന്നാണ്. അങ്ങനെ ആ വീട് പൂർത്തിയായി, തറവാട് വീട് പൂർത്തിയായി. അപ്പോൾ വാപ്പക്കൊരാഗ്രഹം, നിലവിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുകളിലത്തെ നില ഒന്ന് പൂർത്തിയാക്കി കൊടുക്കണം. 50 ലക്ഷം രൂപ ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത അയാൾ അതും പൂർത്തിയാക്കി. അങ്ങനെ കോവിഡിൻ്റെ സമയത്ത്
ജോലി നഷ്ടപ്പെട്ട് 2.5 വർഷം നാട്ടിൽ വന്ന് നിന്നു. ഒരാൾ പോലും ഒരു 100 രൂപ പോലും സഹായിക്കാനോ കൊടുക്കാനോ വന്നില്ല എന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ 3 കുട്ടികളും ഞാനും എന്ത് ചെയ്യും? ഞങ്ങളതല്ല ഈ വീട്, ഞങ്ങളതല്ല ഈ സ്വത്ത്, നാളെ ഈ വീട് ഞങ്ങൾക്ക് തരില്ലെന്നും പറയുന്നു. അതുകൊണ്ട് ഞാൻ ഈ 3 കുട്ടികളായിട്ട് എങ്ങോട്ടേക്ക് പോകും? എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ, കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ, ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യാൻ, മക്കൾക്ക് വേണ്ടി ചെയ്യാൻ. കോടികൾ ഞാനിവിടെ ഒറ്റയ്ക്ക് ജീവിച്ച് കോടികളധികം സമ്പാദിച്ച് ജ്യേഷ്ഠനും വാപ്പക്കും ഉമ്മക്കൊക്കെ കൊടുത്തതിനെപ്പറ്റി ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ദേഷ്യപ്പെടും. കുടുംബം തെറ്റിക്കരുത്, വാപ്പനെ തെറ്റിക്കരുത്, ഉമ്മനെ തെറ്റിക്കരുത് പറയും. ഞാനും അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യയല്ലേ? നാളെ പിറ്റേന്ന് എനിക്കും എൻ്റെ കുട്ടികൾക്കും കിടന്നുറങ്ങാൻ ഒരു സ്ഥലം വേണ്ടേ? അതെൻ്റെ ന്യായമായ ഒരു അവകാശമല്ലേ എന്നാണ് ചോദിക്കുന്നത്. മനുഷ്യന്മാർ അത്ര വിശാല മനസ്കരാണ് സുഹൃത്തുക്കളെ. നമ്മൾ അനുഭവിച്ചിലേറെ നമ്മുടെ സ്വത്ത് നമ്മളെ മക്കളേക്കാർ അനുഭവിച്ചിട്ടുണ്ടാകുക. ഗൾഫുകാരൻ്റെ പണം അവൻ അനുഭവിച്ചതിലേറെ കുടുംബങ്ങളായിരിക്കും അനുഭവിച്ചിട്ടുണ്ടായിരിക്കുക. ഒരു കാര്യം ആലോചിക്കും സുഹൃത്തുക്കളെ, ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനോട് അള്ള പറഞ്ഞത് എന്താ അറിയങ്ങൾ? വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിനക്കല്ല എന്തു തന്നിട്ടുണ്ടോ അതുകൊണ്ട് നീ പരലോകം നേടണം, അതുകൊണ്ട് നീ സ്വർഗത്തിലൊരു ഭവനം നേടണം. മരണമില്ലാത്ത ജീവിതത്തിൽ രക്ഷയ്ക്കു വേണ്ടിയുള്ള വഴികൾ ഒരുക്കണം. നിനക്ക് ഞാൻ തന്നത് എന്താണോ അത് വെച്ചുകൊണ്ട് സ്ഥാനമാണോ മാനമാണോ പണമാണോ സുഹൃത്തുക്കളെ, പരലോകം ഉറപ്പാക്കണം, പരലോകം ഉറപ്പാക്കണം. നമ്മൾ കുറച്ചൊക്കെ എന്താ അറിയോ, നമ്മളെ സ്വത്തും സമ്പത്തൊക്കെ ചെലവഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് യഥാർത്ഥത്തിൽ നമുക്ക് ഉപകാരപ്പെടണമെന്ന് ചിന്തിക്കണം. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ, വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ, പരലോകമാണ് എന്നെന്നും ഉണ്ടാകുന്ന ലോകം. അതുകൊണ്ട് കുറച്ചൊരു ശ്രദ്ധ നമ്മളെ കാര്യത്തിൽ നമുക്ക് വേണം സുഹൃത്തുക്കളെ. റമദാൻ വരാൻ പോവുകയാണ്. നോമ്പാണെങ്കിലും തറാവീഹ് ആണെങ്കിലും ഒക്കെ ആണെങ്കിലും നമുക്ക് ദിക്ർ ചെല്ലാൻ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഓടുകയാണ്. നിസ്കാരം കഴിഞ്ഞ് സഹോദരിമാരൊക്കെ എന്താണ്, രാവിലെ കുട്ടിക്ക് ചോറ് കൊണ്ടുപോകണമെങ്കിൽ, ഭക്ഷണം കൊണ്ടുപോകണമെങ്കിൽ എന്താണ്, സുബഹി നിസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് പോലും പറയാതെ ആയത്തുൽ കുർസി പോലും ഓതാതെ എഴുന്നേറ്റ് വന്ന് കുക്കർ അടുപ്പത്ത് വെച്ചാലേ കുട്ടികൾ സ്കൂൾക്ക് പോകുള്ളൂ. 1 ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല. എന്നിട്ട് പിന്നെ ക്ഷീണിച്ച് രാത്രി വന്നാൽ ഒരു വിത്റിന് പോലും ഉണരുന്നില്ല. സുഹൃത്തുക്കളെ, അങ്ങനെയൊക്കെ ആയാൽ പറ്റുമോ? കുറച്ച് നമ്മളെ കാര്യങ്ങൾക്ക് സമയം കാണണം. രാവിലെ ഖുർആൻ ഓതാത്തൊരു ദിവസം ഉണ്ടായാൽ അന്നൊരു കുരുത്തം ഉണ്ടാവില്ല. പണ്ഡിതന്മാർ പറയണ കേൾക്കാം, ഖുർആൻ ഓതിയാൽ ഖുർആൻ ബർക്കത്താണല്ലോ. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് ലിയദ്ദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്, ഒരു മുബാറക്കായ ഗ്രന്ഥം ഞാൻ നിനക്ക് ഇറക്കി തന്നിരിക്കുന്നു. ഖുർആന് ബർക്കത്തിൻ്റെ സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾ രാവിലെ ഒരു ജുസ് ഓതി ഇറങ്ങി വെക്കൊണ്ട് നിങ്ങൾ അന്നത്തെ ജീവിതത്തിൽ ഓരോ സമയത്തിനും ബർക്കത്തുണ്ടാവും. അന്നത്തെ പണിക്കൊരു ബർക്കത്തുണ്ടാവും, അന്നത്തെ യാത്രക്കൊരു ബർക്കത്തുണ്ടാവും, അന്നത്തെ ഭക്ഷണത്തിനൊരു ബർക്കത്തുണ്ടാവും. കാരണം ബർക്കത്ത് കിട്ടാനുള്ളൊരു വഴിയായി അള്ളാഹു വെച്ച മാർഗ്ഗാണെന്തൊരു ഖുർആൻ. ഖുർആൻ്റെ ഒരു ക്ലാസ്സിന് 1 മണിക്കൂർ പോയി നോക്കൊണ്ട് നിങ്ങൾ, ഖുർആൻ പറയുന്ന ഇത്ര ഒരു സദസ്സ് പോയി നോക്കൊണ്ട് നിങ്ങൾ, അതിനൊരു ബർക്കത്ത് കിട്ടും. കാരണം അത് അള്ളാഹ് പറഞ്ഞതാണ്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് ലിയദ്ദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഒരു ഗ്രന്ഥം നിനക്ക് ഞാൻ ഇറക്കിയിരിക്കുന്നു മുബാറക്, അത് ബർക്കത്തു നിറഞ്ഞ ഗ്രന്ഥമാണ്. അതുകൊണ്ട് ലിയദ്ദബ്ബറു ആയാതി, അതിൻ്റെ വചനങ്ങളെ ശരിക്കും ചിന്തിച്ചു പഠിക്കണം. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ ആ ഖുർആൻ ചിന്തിച്ചു ഉൾക്കൊണ്ട് മനസ്സിലാക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സമയം ഖുർആൻ ഓതാൻ, ദിക്ർ ചെല്ലാൻ, തസ്ബീഹ് ചെല്ലാൻ, മാസത്തിൽ എന്താ പറയുക, ദിവസത്തിൽ വരുമാനം ഉണ്ടെങ്കിൽ ഒരു പെട്ടി, ഒരു ബോക്സ് നമ്മളെ കടയിലുണ്ട്, അതിക്കൊരു 10 റുപ്യ നമ്മളിടും. ആ 10 റുപ്യ ഉണ്ടല്ലോ, അത് സദക്ക കൊടുക്കാനുള്ളതാണ്. ഇന്നത്തെ എൻ്റെ വരുമാനത്തിൽ നിന്നും ഒരു 10 രൂപ എനിക്ക്, 10 രൂപ എനിക്ക്, 500 രൂപ അല്ലാതെ രാവിലെ ഒന്ന് മാർക്കറ്റിൽ കൂടി കറങ്ങി വരാൻ പറ്റില്ല സുഹൃത്തുക്കളെ. ഒന്ന് മാർക്കറ്റിൽ പോയിട്ടൊന്ന് കറങ്ങി വരണമെങ്കിൽ ഒരു 500 റുപ്യ നമ്മുടെ കയ്യിൽ വേണം ഇന്നത്തെ കാലത്ത്. ആ സമയത്ത് 50 റുപ്യ വേണ്ട, 10 റുപ്യങ്ങൾ ഇട്ടാൽ 300 രൂപ ഒരു മാസത്തിനുണ്ടാകും കച്ചവടക്കാരെ. ശമ്പളം കിട്ടുമ്പോൾ എന്താ അറിയോ, ആദ്യത്തെ ഗൂഗിൾ പേ ആർക്കറിയങ്ങൾ, ഒരു എത്തിയും കുട്ടിനെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു 1000 റുപ്യ ആദ്യം അയക്കുക. എനിക്ക് ഇതിൽ 3000 റുപ്യ ഇതിലൊരു സക്കാത്ത് പൈസ ഉണ്ടാവും, അത് പള്ളിയത്തെ സക്കാത്ത് കമ്മിറ്റിക്ക് അപ്പടെ അയക്കുക. ബാക്കി പിന്നെ തുടങ്ങുക, ഇറച്ചിൻ്റെ പൈസയും മീനിൻ്റെ പൈസയൊക്കെ പിന്നെ ആലോചിക്കുക. സുഹൃത്തുക്കളെ, ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടോ? നമ്മളെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടോ? വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ, നിങ്ങൾ ഒറ്റക്കൊറ്റയ്ക്ക് എൻ്റെ അടുക്കൽ വരും.
സുഹൃത്തുക്കളെ, നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പള്ളിപ്പറമ്പിലില്ലേ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ പിതാക്കളും ആയിരങ്ങൾ ആ മയ്യത്തുകട്ടിലിന് കൂടെ നിന്നുകൊണ്ട് അവിടേക്ക് കൊണ്ടുപോയി കബറിലേക്ക് ഇറക്കി വെക്കാൻ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെല്ലാം തിരിഞ്ഞു വന്നു, നമ്മളെല്ലാം പിന്തിരിഞ്ഞു പോന്നു. അവരൊറ്റക്ക് അതിലേക്ക് ഇറങ്ങിക്കിടന്നു. ഏതുപോലെ ഉമ്മയുടെ വയറ്റിൽ നിന്നും നമ്മൾ കൂടെ ആളില്ലാതെ, കൂട്ടിക്കൊണ്ടുവരാൻ ആളില്ലാതെ, കൂടെ കിടക്കാൻ ആളില്ലാതെ വന്നതുപോലെ ഒരിക്കൽ തിരിച്ചു പോകും. നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിങ്ങൾ ഇവിടെ ഇട്ടേച്ചു പോകും. അയക്കാത്ത നമ്മുടെ വാച്ചുകൾ അയച്ചെടുക്കും. ഇതുവരെ തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കമ്മലുകളും കാതിലെ ചിറ്റുകളും കയ്യിലെ വളകളും പൊട്ടിച്ചെടുക്കും, കത്രിക കൊണ്ട് പൊട്ടിച്ചെടുക്കും. തറക്തും വറാഅദുഹൂരിക്കും, എല്ലാം നിങ്ങൾ ഇട്ടേച്ചു കൊണ്ടുപോകും. നമുക്കെന്തെങ്കിലും കിട്ടണം. അപ്പോൾ സുഹൃത്തുക്കളെ, മക്കളെ കൊണ്ട് നമുക്ക് ലാഭം വേണം. എന്ത് ലാഭം? മക്കളെ കൊണ്ട് എന്ത് ലാഭമാണ് കിട്ടേണ്ടത് സുഹൃത്തുക്കളെ? മക്കളെ കൊണ്ട് അവർക്ക് ശമ്പളം കിട്ടുമ്പോൾ ഒരു 5000 ഉറുപ്പിക നമ്മളെ അക്കൗണ്ടിൽ കിട്ടുക, അതാ ലാഭം. മക്കളെ കൊണ്ട് കിട്ടേണ്ട ലാഭം അതൊന്നും വേണ്ട സുഹൃത്തുക്കളെ. ഒരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റും, അങ്ങനെ ജീവിച്ചോളി. ഈ മക്കളും ഓർക്കൊക്കെ എത്ര ശമ്പളം ഉണ്ടെങ്കിലും നമുക്കൊരു ചെറിയൊരു വരുമാനം കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യവും സൗഭാഗ്യം. ആശ്രയിക്കാതിരിക്കുക, ഒരാളെയും ആശ്രയിക്കാതിരിക്കുക, അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രം ആശ്രയിക്കുക. ആശ്രയത്വത്തിന് എപ്പോഴും വില കൊടുക്കേണ്ടി വരും. മക്കളെ സ്വത്ത് നമ്മളെ തന്നെയാണ്, നമ്മളെ സ്വത്ത് മക്കളതുമാണ്. എന്നാലും ഭാവിയിൽ ഇങ്ങനെ അസുഖമായിട്ട് ആശുപത്രിയിൽ ICUവിൽ കിടക്കണം, അപ്പോൾ മക്കൾ ഇങ്ങനെ ബില്ല് കൊടുക്കണം എന്ന് ആരെങ്കിലും ഇവിടെ സ്വപ്നം കാണേണ്ട സുഹൃത്തുക്കളെ? അങ്ങനെയൊക്കെ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കും ജീവിതത്തിൽ? നമ്മളൊരു ബുദ്ധിമുട്ടില്ലാതെ വിഷമമില്ലാതെ ആരെയും നോക്കാൻ ഇടങ്ങേറാക്കാതെ ബാത്റൂമിൽ കൊണ്ടാകേണ്ട ഒരു ഗതി വരുത്താതെ മരിച്ചു പോകണമെന്നല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കണം. അള്ളാഹു ഒരു തൗഫീക്ക് ചെയ്യട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതാണ്. അപ്പോൾ അതുകൊണ്ട് അതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. മക്കളിൽ നിന്ന് എന്താ ആഗ്രഹിക്കേണ്ടത്? എൻ്റെ മകൻ ഇവിടെ ജീവിച്ചിരുന്നാൽ അവൻ ഒരു ദിവസം ഏറെ ആയുസ് ഭൂമി കിട്ടിയാൽ ഒരു പ്രാർത്ഥന എനിക്ക് അധികം കിട്ടും. ശരി, അവൻ ചെയ്യുന്ന നന്മകളിൽ നിന്നൊരു പങ്ക് എനിക്ക് കിട്ടും. അങ്ങനത്തെ മക്കളാണെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടാവുള്ളൂ സുഹൃത്തുക്കൾ. ഏറ്റവും വിദഗ്ധനായൊരു ഡോക്ടറാണ്, അയാൾ വലിയ സർജനാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോൾ അയാൾ ഏകദേശം 5 കോടിയുടെ വീടാണ് റെഡി പൈസ കൊടുത്തിട്ട് അദ്ദേഹം വാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സ്വകാര്യ ദുഃഖത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞ വാക്കെന്താ എന്തറിയോ? നിത്യച്ചെലവിന് ഗതിയില്ലാതെ നീണ്ട ജീവിതകാലത്തെ സമ്പത്ത് മുഴുവനും അവനെ ഡോക്ടറാക്കാൻ ചെലവഴിച്ചതാണ് അയാൾ. ഇന്ന് അയാൾക്ക് വീട്ടിലെ കാര്യങ്ങൾക്ക് ഗതിയില്ല, ചോദിക്കാൻ വയ്യാണ്, ചോദിച്ചിട്ട് പോലും തരേണ്ടതാണ്. ഒരു ദിവസത്തെ കൺസൾട്ടിങ് ഫീസ് കൊടുക്കേണ്ട സുഹൃത്തുക്കൾ, ഒരു സർജറിൻ്റെ പൈസ കൊടുത്താൽ ഒരായുഷ്കാലം അയാൾ ജീവിക്കും. മനസ്സിലായി? മക്കളെ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. ഒരു പ്രാർത്ഥന കിട്ടുന്ന ഒരു മോഹനായിരുന്നെങ്കിൽ ആ പ്രാർത്ഥനയെങ്കിലും പരലോകത്തുണ്ടാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കാഴ്ചപ്പാടാണ് വേണ്ടത്. കാഴ്ചപ്പാടാണ് നമുക്കുണ്ടാവേണ്ടത്. ആ കാഴ്ചപ്പാടുണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു പരിവർത്തനവും മാറ്റവും ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മക്കളെ കാര്യമാണെങ്കിലും ഞാനതാ പറഞ്ഞത്, ഒരു കാഴ്ചപ്പാട് നമ്മുടെ മക്കളെ കാര്യത്തിൽ വേണം. സത്യം പറയുകയാണെങ്കിൽ ഒരു പുതിയ കാലഘട്ടത്തിൽ നമ്മളൊക്കെ വിചാരിക്കാത്തൊരു തലങ്ങളിലേക്കാണ് നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, എനിക്ക് ഇപ്പോഴത്തെ തലമുറനെ മനസ്സിലാകാൻ വേണ്ടി പറയാട്ടോ, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഖുർആൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ചു, അല്ല സർ, ഒരു സംശയം എനിക്കുണ്ട്. എന്താ സംശയം? എന്താണ്? അവൾ ചോദിക്കുന്ന സംശയം എന്താ? നിങ്ങൾ ജിന്നിനെ അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത് തീ കൊണ്ടല്ലേ? തീ കൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ജിന്നിനെ നരകത്തിലിട്ടാൽ ജിന്നിന് എന്തെങ്കിലും പറ്റും? അതാണ് അവളുടെ സംശയം. അപ്പോൾ ഞാൻ ആ സംശയം കേട്ടപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഇതൊരു കാര്യം ചെയ്യ്, തൊട്ടപ്പുറത്തിരിക്കുന്ന നിൻ്റെ കൂട്ടുകാരുണ്ടല്ലോ, അവളെ കയ്യുമേ ഒന്ന് അമർത്തി തടവ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ആ കുട്ടീനോട് ഞാൻ പറഞ്ഞു, നിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടീൻ്റെ കയ്യുമ്മ നീ ഒന്ന് നല്ല അമർത്തി ഒന്ന് തടവ്. എന്നിട്ട് ഞാൻ അവളുടെ കൈയോട് ചോദിച്ചു, അതിൽ മണ്ണുണ്ടോ ചോദിച്ചു. മനുഷ്യനെ മണ്ണുകൊണ്ടല്ലേ സൃഷ്ടിച്ച്, അപ്പോൾ മണ്ണോട് സൃഷ്ടിച്ച ആളെ ദേഹത്തൊന്ന് നന്നായി തൊട്ടാൽ മണ്ണ് തൊടണ്ടേ? മണ്ണില്ലാത്ത എന്താ? അപ്പോൾ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മഴയത്ത് നിന്നാൽ ഉരുകിപ്പോകുന്നതാണോ അതിൻ്റെ അർത്ഥം? അതേപോലെ ജിന്നിനെ തീ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആ തീയിന് മാറ്റം സംഭവിച്ചു. അള്ളാഹു നരകത്തിൽ ജിന്നിൽ അംല അന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ, മനുഷ്യരെയും ജിന്നുകളെയും കൊണ്ട് നരകം നിറക്കുന്ന പറഞ്ഞാൽ നരകത്തിൻ്റെ എല്ലാ കെടുതിയും ബുദ്ധിമുട്ടും അവർക്ക് അനുഭവിക്കാൻ പറ്റുന്ന സംവിധാനം പടച്ചോൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് ഞാൻ പറഞ്ഞതെന്തിനറിയോ? ഇത്തരം യുക്തി ചിന്തകളിലൂടെയാണ് നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ അത് ചോദിക്കും, എന്തിനാണ് വിവാഹം, എന്തിനാണ് കല്യാണം, എന്താ ആണിന് പ്രത്യേകത, എന്താ പെണ്ണിന് പ്രത്യേകത ഇല്ലാത്ത എന്നൊക്കെ ചോദിച്ചു തുടങ്ങും. അപ്പോൾ നമുക്കിതിനൊന്നും ഉത്തരം പറയാൻ കഴിയില്ല സുഹൃത്തുക്കൾ.
അപ്പോൾ ഉത്തരം പറയാൻ പറ്റുന്ന രൂപത്തിൽ ദീനിനെ വ്യക്തമായി പ്രമാണത്തിലും യുക്തി നിന്നുകൊണ്ട് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ഒരു പണി വാപ്പൻ്റെയും വലിയ പണിയാണ്. അത് ചെയ്യാൻ സമയമില്ല. അവൾക്ക് എൻട്രൻസ് എക്സാമാണ്, അവൾക്ക് കോളേജാണ്, പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നമ്മളിന്ന് കൈവിട്ടു പോകും. സുഹൃത്തുക്കൾ, ഒരു മുസ്ലിമായി നമ്മുടെ കുട്ടികളെ കിട്ടണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായ വിവരം അവർക്ക് നൽകുക എന്നുള്ള നിർബന്ധമായ ഒരു കടമ നമ്മൾ നിർവഹിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. അംഫുസക്കും വ അഹ്ലീക്കും നാറ, നരകത്ത് നിന്ന് അവരെ നിങ്ങൾ രക്ഷപ്പെടുത്തണം എന്നുള്ള പണി നമ്മുടെ ഇന്ദ്രിയത്തിൽ, നമ്മുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചെങ്കിൽ ആ കുഞ്ഞ് നരകത്തിൻ്റെ വിറകാവാതിരിക്കാൻ നമുക്കാ പറ്റുക. അത് വാപ്പൻ്റെ മുന്നിൽ കടമയാണ്. അത് നമ്മൾ നിർവഹിക്കണം. അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുള്ള ബോധം അതുകൊണ്ട് മാത്രമേ ഉള്ളൂ നമ്മുടെ കുട്ടികളുടെ മനസ്സുകൾ മാറുള്ളൂ. വാപ്പക്കുമ്മക്കും അസുഖമായി ബുദ്ധിമുട്ടാകുമ്പോൾ അവരെ നോക്കണം എന്ന ബോധം ആർക്കുണ്ടാകാറ്? നിങ്ങൾ അനിഷ്കുറിലേ വലി വാലിദൈക ഇലയ്യൽ മസീർ, നീ എനിക്ക് നന്ദി ചെയ്യണം, എൻ്റെ വാപ്പക്കുമ്മക്കും നന്ദി ചെയ്യണം. ഇപ്പോൾ രണ്ട് കാര്യമാണ് വാപ്പനി ഇമ്മനി നോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കണം. ഒന്ന്, എൻ്റെ വാപ്പിമ്മി എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, അതിനെന്ത് വേണം? കുട്ടികളപ്പം നമ്മൾ വേണം. ഇപ്പത്തമ്മാരൊക്കെ പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ വല്യന്മാരാണ് നോക്കുന്നത്. ഉമ്മൻ്റെ സാന്നിധ്യം കുട്ടിയോടൊപ്പം വേണം. ഉമ്മ കൊടുത്തും ലാളിച്ചും ഭക്ഷണം കൊടുത്തും ഉറക്കത്തിലും ഉണർച്ചയിലും കൂടെ നിൽക്കുമ്പോൾ ആ കുട്ടിക്ക് ആ നന്ദി ഉണ്ടാവും. പിന്നെ ഇലയ്യൽ മസീർ, എൻ്റെ അടുത്തേക്ക് വരും. വാപ്പനിമ്മനി നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ നീ എൻ്റെ അടുക്കലേക്ക് വരും. അള്ള പറയാണ്. ഈ രണ്ട് ബോധത്തിൽ നിന്ന് മാത്രമേ മക്കൾ നമ്മളെ ഏറ്റെടുക്കുള്ളൂ. സുഹൃത്തുക്കളെ, നല്ല ബോധം അവർക്ക് നൽകണം. ഈ ലൈംഗിക സദാചാര രംഗത്തും ഏറ്റവും വഴിവിട്ട ജീവിതത്തിലേക്കാണ് നമ്മുടെ കുട്ടികൾ പോകുന്ന. ആണും പെണ്ണും ഒക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടേ പറ്റുള്ളൂ. അതേപോലെ തന്നെ പ്രേമവും അവിഹിത ബന്ധങ്ങളും ഒക്കെ അങ്ങനെയാണ്. ഒരു ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്. ആൺകുട്ടിക്ക് പെൺകുട്ടിനെയും പെൺകുട്ടിക്ക് ആൺകുട്ടിനെയും തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ ഫോൺ കൊണ്ട് പറ്റും. അപകടകരമായ കാര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, കാര്യങ്ങളെ സമയോചിതമായി ബോധ്യപ്പെടുത്താനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മുടെ മഹല്ലത്തിലൊക്കെ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് മാത്രമായിട്ടുള്ള പ്രോഗ്രാമുകൾ, ആൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള പ്രോഗ്രാമുകൾ, നമ്മുടെ കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് നല്ല കോച്ചിങ് ടീച്ചർമാർക്കും മാഷന്മാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കണമാതിരി രക്ഷിതാക്കൾക്ക് നല്ല പാരൻറ്റിങ് ട്രെയിനിങ്ങുകൾ പള്ളികളിൽ നിന്നും നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ അടുത്ത തലമുറയെ നോക്കിക്കൊണ്ടുപോകാൻ നിസ്സഹായരാകും നമ്മുടെ തലമുറയെന്ന് ഓർമ്മപ്പെടുത്തുക. സമയത്തിന് കുറവുണ്ട് സുഹൃത്തുക്കളെ. നല്ലൊരു പ്രഭാഷണം ഇൻഷാ അല്ലാഹ് ഈ ഒരു നമസ്കാരത്തിന് ശേഷവും ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കാനുണ്ട്. തീർച്ചയായും ഇനിയും മറ്റു സമയങ്ങളിൽ വിശാലമായി സംസാരിക്കാൻ അവസരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നൊരു യാത്ര ഉള്ളത് കൊണ്ടാണ് കുറച്ച് നേരത്തെ അവസാനിപ്പിക്കേണ്ടി വന്ന്. 2 പ്രഭാഷണങ്ങളുണ്ട്. ഈ സന്ദർഭത്തിൽ അല്പം കൂടെയൊക്കെ വേണമെങ്കിൽ സംസാരിക്കാൻ സമയം കിട്ടിയെന്ന് എനിക്കും തോന്നുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായി ഇന്നത്തെ ഒരു സാഹചര്യം അതിന് പ്രതികൂലമാണ്. അള്ളാഹുവിൻ്റെ ദീൻ അതാണ് നമ്മളുടെ ബർക്കത്ത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദീനിലേക്ക് മടങ്ങി, തെറ്റുകളിൽ നിന്ന് മടങ്ങി നന്മയിലേക്ക് വരിക. നമ്മുടെ മക്കൾക്ക് നല്ലൊരു കാഴ്ചപ്പാട് നൽകാൻ നമ്മൾ ഈ കാലഘട്ടത്തിൽ അത് അത്യാവശ്യമാണെന്നുള്ള ബോധം നമുക്കുണ്ടാകുക. അതിന് നമ്മൾ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുക. ദീനിൻ്റെ രംഗത്ത് നമ്മൾ ഒന്നിച്ചു നിന്ന് ഒരു മനസ്സോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ അപകടകരമായ സാഹചര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയണം. പല നന്മകളും കേൾക്കാൻ നമ്മളൊക്കെ മനസ്സ് വിസമ്മതിക്കുകയാണ്. അതിന് ഓരോരോ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ്. സുഹൃത്തുക്കൾ, അതിൻ്റെ പേരിലൊക്കെ നമ്മൾ കേൾക്കാതെ പോയാൽ, അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോയാൽ, അത്തരം സദസ്സുകൾ നമ്മൾ വിട്ടു നിന്നാൽ അതൊക്കെ നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലൊക്കെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് നന്മ ലഭിക്കുന്ന, നമുക്ക് അറിവ് ലഭിക്കുന്ന, നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ഏതൊരു സദസ്സിലും അത് കേൾക്കാനും അത് പിൻപറ്റാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള ഹൃദയ വിശാലത നിങ്ങൾ കാണിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താറുള്ളത്. അൽഹംദുലില്ലാഹ്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് വന്നോ അന്ന് വന്നതാണ് പീസ് റേഡിയോ. നിങ്ങൾക്കറിയാം, പീസ് റേഡിയോ 24 മണിക്കൂറും നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ പുലരിവെട്ടം എന്നൊരു പ്രോഗ്രാമിൽ റേഡിയോ ഉണ്ടായത് മുതൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു 5 മിനിറ്റോ 6 മിനിറ്റൊക്കെയാണ് എല്ലാ ദിവസവും. റേഡിയോ വന്ന അന്ന് മുതൽ 6-7 വർഷമായി അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും ഈ പ്രഭാഷണങ്ങളും പ്രസംഗം കേൾക്കാൻ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. എല്ലാത്തിനെയും നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു ദീൻ്റെ പേരിൽ പരസ്പരം ഇഷ്ടപ്പെടുവാനും ആ ഇഷ്ടത്തിൻ്റെ പ്രതിഫലം പരലോകത്ത് ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.